കൊച്ചിയിലെ ഒരു സ്ഥലത്തെ ചോട്ട മുംബൈ എന്ന് വിളിക്കാം. ആ ഐഡിയ എങ്ങനെയാ വരുന്നത്? അത് ചോട്ടാ മുംബൈ എന്നുള്ള ടൈറ്റില് അൻവറിന്റെ മനസ്സിൽ തുടക്കം മുതലുണ്ട്. ഓക്കെ. അപ്പൊ ഈ കഥാപാത്രവും ഈ സന്ദർഭവും ഇതൊക്കെ അൻവർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യിക്കുമ്പോൾ തന്നെ ചോട്ടാ മുംബൈ എന്നുള്ള പേരുണ്ട്. അപ്പൊ അപ്പൊ ഞാൻ അതിനും എതിർത്തിരുന്ന ആദ്യം. ഞാൻ പറഞ്ഞു ലാലേട്ടന്റെ പടം ചോട്ടാ മുംബൈ എന്നുള്ള പേര് വരുമ്പോൾ നമ്മൾ പിടിക്കുന്നത് ടോട്ടലി കോമഡിയും പരിപാടിയും. ലാലേട്ടനൊക്കെ വെറുതെ കുസൃതി നിറഞ്ഞ തമാശ കഥാപാത്രം പോലെയാണ്. അപ്പോൾ ഈ ഹെവിനെസ് ലാലേട്ടൻ ഇപ്പം നരസിംഹം, രാജാവിൻ്റെ മകൻ തൊട്ട് പിന്നെ മറ്റേ ദേവാസുരം ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഭയങ്കര ഹൈപ്പിലുള്ള ഒരു ഇമേജ് ഉണ്ട് ലാലേട്ടൻ്റെ. ചോട്ടാ മുംബൈയും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ വേറൊരു പ്രതീക്ഷ വരും പ്രേക്ഷകന്. എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറയും. അപ്പോൾ പറഞ്ഞ് ചേട്ടാ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചോട്ടാ മുംബൈ എന്നൊക്കെ നല്ല മിഠായി കളറിലൊക്കെ എഴുതിയിട്ട് മിഠായി കളറിൽ എഴുതാം. ആ ഒരു ഭീകര പരിപാടി അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതി ഡിസൈനിങ്ങിൽ നമുക്ക് ചോട്ടാ മുംബൈ എന്ന് അങ്ങനെ ഇടുക. നമ്മൾ അപ്പം ഇവരുടെ ഒരു കോസ്റ്റ്യൂമും കളറും ഒക്കെ വെച്ചിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു കളർഫുൾ പടം, അതിൻ്റെ ഒരു ഹെവിനെസ് അല്ല നമ്മൾ കൊടുക്കുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് പിടിക്കാം, അത് കുഴപ്പം വരില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ അൻവറിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അതങ്ങനെ പിടിക്കുക എന്ന് പറയും. അപ്പോൾ എനിക്ക് ഈ പേര് നമുക്ക് വേണമെങ്കിൽ വാസ്കോ എന്നിടാം, അല്ലെങ്കിൽ വാസ്കോ ഗാമ എന്നിടാം എന്നൊക്കെ ഞാൻ പല പല പേരൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അൻവർ ഇതിപ്പോൾ തന്നെ പിടിച്ച് ഇത് കേട്ടോ കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. പിന്നെ ഇത് ഡിസൈനൊക്കെ വന്നപ്പോൾ എനിക്കും തോന്നി നല്ല കളർഫുള്ളൊക്കെ ഇവരുടെ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഒരു കളർഫുൾ പരിപാടിയാണ്. അതിൻ്റെ ഒരു തീവ്രത അതിനേക്കാൾ ഉപരി ഇതാണെന്നുള്ളൊരു സാധനം ഒരു മാർക്കറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. ഈ കാലത്തിന് അതിജീവിച്ചിട്ട് ഇപ്പൊ പറയാൻ പാടില്ല എന്നറിയില്ല, ഹാപ്പി ബർത്ത്ഡേ, തലയെ ഞങ്ങള് നശിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ആരാധിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗായാലും ഒരുപാട് ഡയലോഗുകൾ പിന്നെ ട്രോളുകളിലും ആളുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ ആയിട്ട് മാറിപ്പോയി. ഇതിന് ഒരു കാലാതീതമായിട്ടുള്ള അവസ്ഥയുണ്ട്. മീൻസ് ടൈം ട്രാവൽ ചെയ്ത് ഡയലോഗുകൾ പോകുന്നൊക്കെ സെറ്റിൽ ചെയ്ത് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിരുന്നു സാറിന്? അല്ല, അത് സംഭവിക്കുന്നതാണ്. നമ്മളിത് 10 കൊല്ലം 18 കൊല്ലം കഴിയുമ്പോൾ ഇത് പറയുമെന്നോ അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് ട്രോള് വരുമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ചില കാര്യങ്ങൾ ഈ നമ്മളത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വന്ന് ഭവിക്കുകയാണ്. അത് പിന്നീട് അത് ചിലത് ഏറ്റെടുക്കും, ചിലത് ഏറ്റെടുക്കാതെ പോകുന്നതുകൊണ്ട്. അത് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഇത് 2 വർഷം കഴിയുമ്പോൾ ഇത് ട്രോൾ വരും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ഏറ്റു പറയും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എഴുതുമ്പോൾ. അത് സംഭവിക്കുന്നതാണ്. ഇപ്പം ജൂനിയർ മാൻഡ്രേക്കിൽ ആ തല വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്തോരം ട്രോളാവുന്നേക്കും. അത് എഴുതിയപ്പോൾ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല ഇത് ഇങ്ങനെ വരുമെന്ന്. അതുപോലെ പല സാധനങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തന്നെ ഒരുപാട് ഈ ട്രോളുകളിൽ ഇങ്ങനെ ചില മീംസുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കല്യാണരാമൻ അല്ലെങ്കിൽ ചോട്ടാ മുംബൈ, മാൻഡ്രേക്ക് നമ്മൾ ചിരിച്ചിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ലൊക്കേഷനിൽ ഒരു വൈദികൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഞാൻ കല്യാണരാമന്റെ CD ഇട്ടാണ് കാണുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ ഖനമുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് വികാരഭരിതമായ നിമിഷങ്ങളുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ലോഹിദാസിനെ റേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ MT റേറ്റ് ചെയ്യുന്ന പോലെ, അവരെല്ലാം ലെജൻസ് ആണ്, അവർ റേറ്റ് ചെയ്യുന്ന പോലെ തമാശ എഴുതുന്ന ആളുകൾക്ക് ആ വിധത്തിലൊരു ബഹുമാനം, ആ വിധത്തിലൊരു സ്ഥാനം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, മെൻഷനും കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വട്ടം ഒരു സീരിയസ് നാടകം എഴുതിയപ്പോൾ ഇതല്ല പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാടകം തൊട്ടേ ട്രാക്ക് മാറ്റിയ ആളാണ്. ഈ ആ രീതിയിലൊരു അർഹതപ്പെട്ട ഒരു ബഹുമാനം ഉണ്ടല്ലോ, സ്ഥാനം, അത് അലട്ടിയിട്ടുണ്ടോ? അത് അലട്ടിയിട്ടില്ല. അത് അങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം വെച്ചാല് നമ്മൾ നർമ്മങ്ങൾ അധികം എഴുതുന്ന, എന്റർടൈൻമെന്റ് എഴുതുന്നവർക്ക് എന്ന് പറഞ്ഞാല് കണ്ടാസ്വദിച്ച് അങ്ങ് പോവും പ്രേക്ഷകർ. പക്ഷെ അതിനിഷ്ടപ്പെടുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഇഷ്ടപ്പെടാത്തവരെന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും, ഒരു സീരിയസ് ആയിട്ടൊന്നുമല്ലേ ഈ സ്ഥിരം കോമഡി പരിപാടി. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഈ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ശതമാനമുണ്ട്, ഇഷ്ടപ്പെടാതെ നമ്മൾ ചിരിച്ച് ഒന്ന് ആസ്വദിക്കാനാ തന്നെ എന്ന് പറയുന്നവരുണ്ട്. കളക്ഷൻ ബേസിൽ എന്ന് പറഞ്ഞാൽ റിസ്ക് കുറവ്, ഈ ഫണ്ണും പരിപാടിയും വരുമ്പോൾ റിസ്ക് കുറവാണ്. അപ്പോൾ പ്രൊഡ്യൂസർമാർ ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും ഒരു കോമഡി പടം എഴുതി കഴിഞ്ഞാൽ അടുത്ത പ്രൊഡ്യൂസർ കോമഡി എഴുതാനേ വരുള്ളൂ നമ്മുടെ അടുത്ത്. നമ്മൾ പക്ക സീരിയസ് ചെയ്താന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്ക് മേരിക്കുണ്ടൊരു കുഞ്ഞാണ്, അല്ലെങ്കിൽ കല്യാണരാമൻ, അല്ലെങ്കിൽ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞാൽ വരുള്ളൂ. ഇത് ആദ്യകാലത്ത്. പിന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടവും, എനിക്കൊരു എൻ്റർടൈനർ, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റർടൈനർ,
ഓവർ സിനിമാറ്റിക് ആകാതെ വിശ്വസനീയമായ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന, മണ്ണിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുള്ള, നന്മകളുള്ള, മനുഷ്യൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മ സ്പർശിക്കുന്ന, പിന്നീട് ചിന്തിക്കുമ്പോൾ പിന്നീട് കാണുമ്പോഴും ഒക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കണം, അങ്ങനത്തെ ഒരു കഥ. അപ്പം എന്നെ അങ്ങനത്തെ ഒരു കഥ ഫീൽ ചെയ്ത് തുടങ്ങിയാലേ ആ കഥ ഞാൻ എഴുതുള്ളൂ. ഓക്കെ. ഞാൻ പാതി വഴിക്ക് അങ്ങനെ വിട്ടുകളയുന്ന കുറേ കഥകളുണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നർമ്മങ്ങൾ, പിന്നെ എൻ്റെ ബേസിക് ഒരു ക്യാരക്ടറും വരും അതിൻ്റെ അകത്ത്. കാരണം ഞാനിപ്പോൾ കൂട്ടുകാരുടെ ഇടയിലായാലും വീട്ടിലായാലും ഞാൻ പുറമേ ഭയങ്കര സീരിയസ് ആളാണെന്നാണ് വിചാരമെങ്കിലും ഞാൻ നല്ല തമാശയൊക്കെ പറയും. എൻ്റെ മനസ്സിൽ എന്ത് പറഞ്ഞാലും വീട്ടിൽ എന്ത് പറഞ്ഞാലും എനിക്ക് കൗണ്ടർ എന്തെങ്കിലും വരുമ്പോയാൽ അത് ചിലപ്പോൾ ശരിക്കും ചില നേരത്തെ അറിയാതെ ഹർട്ട് ചെയ്യേണ്ടിയും വരും, ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞോളത്. അപ്പോൾ ആ ഒരു സ്വഭാവം കൂട്ടുകാരുടെ ഇടയിലും വീട്ടിലും ഉണ്ട്. ഈ മറ്റൊരു സ്വഭാവം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് ക്ലബ്ബിൽ ഒരു നാടകം കളിക്കാൻ വേണ്ടി വന്നപ്പോൾ അതുവരെയും ഈ മത്സര നാടകങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു ബെല്ലാണല്ലോ ഇവിടെ. സാർ നാടകം കളിക്കാൻ വേണ്ടി ഫസ്റ്റ് എഴുതിയ നാടകം ചെയ്യുമ്പോൾ മറ്റേ മീൻകാരുടെ മറ്റേ പൂവൻ അതല്ലേ? അതെ അതെ അതെ. അത് അന്ന് ഞാനിങ്ങനെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ്. അത് അന്ന് പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ബെല്ല് കൊടുക്കും. ബെല്ല് കൊടുത്തിട്ട് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ആണ്. ഭയങ്കര സീരിയസ് പരിപാടിയാണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ചിലവർ ഈ സ്കൂൾ ബെല്ല് പോലത്തെ ആക്കി ടെൻ 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 എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ഇങ്ങനെ നാടകം അനൗൺസ് ചെയ്യും. ഈ KPSCയുടെയും സൂര്യസ്വാമിയുടെ അതുപോലെ വലിയ വലിയ ട്രൂപ്പുകൾ അങ്ങനെയായിരുന്നു തുടക്കം തന്നെ ബെല്ല് കൊടുത്തിട്ട് ഡയലോഗ് ഉണ്ടോ ഈ വഴിയിലേക്ക് വരുന്ന എല്ലാ ലൈറ്റുകളും അണക്കണം മറ്റാണ് മറിച്ചാന്ന് പറയും. അപ്പൊ ഞാനൊരു കോമഡി നാടകം എഴുതിയപ്പോഴേക്കും ഈ മീൻകാര് വിൽപ്പനക്ക് പോകുമ്പോ ഇങ്ങനെ ഒരു അടിക്കുമല്ലോ, പോവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പ്രത്യേക എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളെ അടിപ്പിച്ച ആദ്യം എന്നിട്ട് പറഞ്ഞു അടുത്ത പോവാന് നാടകം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റിൽ തന്നെ കോമഡി പിടിച്ച്. അപ്പോൾ ഈ പഞ്ചായത്തിലെ ലൈറ്റുകൾ മുഴുവൻ അടിച്ചു തന്നെ, നിങ്ങൾക്ക് നാടകം ഇഷ്ടപ്പെടാതെ വന്നാൽ ഞങ്ങൾ പിൻവശത്ത് കൂടി ഓടി രക്ഷപ്പെട്ടോളാം, ജീവൻ പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയാണ്. മനസ്സിലല്ലേ? അതിലാണ് ഈ ടാറ്റ എന്ന് പറയുന്ന സാധനമൊക്കെ ആ കോമഡി നാടകത്തിലുണ്ടായത്. ഈ പോലീസ് ജീപ്പിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ നീ എനിക്ക് ടാറ്റ അറിയുള്ള എന്ന ഡയലോഗൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ്. അതൊരു അരമണിക്കൂർ ഈ ക്ലബിന് വേണ്ടി എഴുതി കുറച്ച് കളിച്ചാണ്. അത് കണ്ടിട്ടാണ് എന്നെ പ്രൊഫഷണൽ നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഈ ഞാറൊക്കെ ജയിക്കപ്പെട്ടം വന്ന് എഴുതി തരും ഒരായതിനു വേണ്ടി എന്ന് ചോദിക്കുന്നത്. ഈ കോമഡി ബേസിലാണ് ഞാൻ ആദ്യമേ അറിയപ്പെടുന്നത്. അപ്പൊ നാടകം എഴുതുമ്പോഴും കോമഡി പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പൊ എനിക്കിങ്ങനെ കോമഡി എഴുതാനായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ ഹ്യൂമർ വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ പോയി. പിന്നെ എത്ര സീരിയസ് എന്ന് പറയാനായിട്ട് ഞാൻ എഴുതിയേക്കണില്ല. ഏതാണ് ഇപ്പോൾ വാഴുന്നവരൊക്കെ വേണമെങ്കിൽ ഇത്തിരി ആക്ഷൻ മൂടും. എന്നാലും അതിൻ്റെ അകത്ത് ജഗതി ചേട്ടൻ്റെ ഒക്കെ നല്ല ഹ്യൂമർ ഉണ്ട്. അപ്പൊ എന്ത് സീരിയസ് മാറ്റർ ആയാലും ഞാൻ പറഞ്ഞു വരുമ്പോ എഴുതി വരുമ്പോ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് സാധ്യത ഉണ്ടെങ്കിൽ ഹ്യൂമർ കയറും. ചില ജീവിതത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മള് എന്ന് പറഞ്ഞാല് എവിടെയും ഏത് സദസ്സിലും ഈ ഹ്യൂമർ ഉള്ളത് കൊണ്ട് നമ്മുടെ സിനിമകൾ കണ്ടും നമ്മുടെ നാടകങ്ങൾ കണ്ടും ചിരിച്ചിട്ടുള്ള പ്രേക്ഷകർ ആ രീതിയിലാണ് നമ്മളെ കാണുമ്പോഴും സമീപിക്കുന്നത്, സംസാരിക്കും. ഒരു സീരിയസ് പരിവേഷം നമുക്ക് തരണ്ട, അത് വേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവരിൽ ഒരാളായി ഒരു കൂട്ടുകാരനായിട്ടൊക്കെ കാണുന്നതിന് നമുക്ക് ഇഷ്ടം.